കോക്രോച്ച് ജനതാ പാർട്ടി നേതാവ് അഭിജിത്ത് ദീപ്കെ ഇന്ന് രാവിലെ ഡൽഹിയിൽ വിമാനമിറങ്ങി. അമേരിക്കയിൽ നിന്ന് ലണ്ടൻ വഴിയാണ് അദ്ദേഹം 8 മണിയോടെ അടുപ്പിച്ച് ഇന്ന് ഡൽഹിയിലെ വിമാനമിറങ്ങിയത്. അദ്ദേഹം അണികളെടുത്ത് പറഞ്ഞിരുന്നു, ആരും എയർപോർട്ടിൽ തന്നെ സ്വീകരിക്കാൻ വരണ്ട, സമാധാനപരമായ ഒരു പ്രകടനമാണ്, അതിന് ജന്തർ മന്ദിറിലുള്ള പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി വാങ്ങാം. അനുമതി വാങ്ങുന്നതിന് അവിടേക്ക് പോകുന്നത് സോനം വാങ്ചുക്, ലഡാക്കിലെ ജൻസി പ്രക്ഷോഭണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രദ്ധേയനായ സോനം വാങ്ചുക്കാണ് അനുമതിക്കായി പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതെന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ ഡൽഹി പോലീസും സമാധാനപരമായ ഒരു പ്രകടനം നടത്താൻ അനുമതി കൊടുക്കുന്നതിന് തടസ്സമില്ല, അത് എഴുതി നൽകണം. അതുകൊണ്ട് ജന്തർ മന്ദിറിലെ പാർലമെൻറ്റ് സ്ട്രീറ്റിലേക്ക് വരേണ്ട ആവശ്യമില്ല. അത് എയർപോർട്ടിൽ വെച്ച് അഭിജിത്ത് ദീപ്കിനെ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടു. ഏകദേശം 1 മണിക്കൂർ അദ്ദേഹത്തിന് അവിടെ താമസിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് സാധാരണ ഒരു മനുഷ്യനെ പോലെ രാവിലെ 7:30 മണി 8 മണിയോടെ അടുപ്പിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാവ് അവിടെ വിമാനമിറങ്ങി. സാധാരണ പോലെ തന്നെ അദ്ദേഹം ഒരു ബാഗും ഒരു കറുത്ത സൂട്ടും അടിഞ്ഞ് ഒരു ബാഗും ട്രോളി ബാഗിൽ വെച്ച് തള്ളിക്കൊണ്ട് ഏകനായിട്ട് മുന്നോട്ട് വന്നു. പിന്നീട് 1.5 മണിക്കൂർ അദ്ദേഹത്തെപ്പറ്റി വലിയ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. ഡൽഹി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ എയർപോർട്ടിലെത്തി. അദ്ദേഹം സമാധാനപരമായി പ്രകടനം നടത്തുന്നെങ്കിൽ അനുമതി നൽകാം, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എഴുതി വാങ്ങി എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയത്ത് ജന്തർ മന്ദിർ റോഡിൽ അവിടെ പാറ്റ പാർട്ടിയെ നേരിടാൻ ഡൽഹി ഹൈക്കോടതിയിൽ അവിടെ ഒരു റിട്ട് ഫയൽ ചെയ്തിരുന്നു. ഒരു താൽപ്പര്യ ഹർജിയായിരുന്നു അത്. ഈ പ്രക്ഷോഭണം തടയണം, അതിന് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞായിരുന്നു ഡൽഹി ഹൈക്കോടതിയിലെ പൊതു താൽപ്പര്യ ഹർജി ഒരാൾ ഫയൽ ചെയ്തത്. എന്നാൽ ഹൈക്കോടതി അത് കേൾക്കാൻ വിസമ്മതിച്ചു. കാരണം പൊതു താൽപ്പര്യ ഹർജിയാണെങ്കിലും അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിഷേധം നടത്തുമെങ്കിൽ സമാധാനപരമായി നടത്തുന്നവർക്ക് പോലീസാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡൽഹി ഹൈക്കോടതി അതേപ്പറ്റി പ്രതികരിച്ചില്ല. ലഡാക്കിലെ ജൻസി പ്രക്ഷോഭം നമ്മൾ കണ്ടിരുന്നു. അവിടെ സോനം വാങ്ചുക്കിനെ ജയിലിലടച്ചു. പ്രക്ഷോഭം കടുത്തപ്പം അദ്ദേഹത്തിനെ റിലീസ് ചെയ്തു. ഇപ്പോൾ പാറ്റ പാർട്ടിയുടെ നേതാവ് അഭിജിത്ത് ദീപ്കെ പറഞ്ഞത്, ഭരണഘടന അനുസരിച്ച് സമാധാനപരമായി ഒരു പ്രകടനം നടത്താൻ ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും അവകാശമുണ്ട്, അത് തടയാൻ കഴിയില്ല. നമ്മൾ ജനാധിപത്യ യുഗത്തിലാണ്, ഇന്ത്യൻ ഭരണഘടന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ന് എയർപോർട്ടിൽ വന്നപ്പോഴേ ഡൽഹി കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ എഴുതി വാങ്ങി പ്രതിഷേധം അനുമതി നൽകാം, സമാധാനപരമായിരിക്കണം എന്നാണ് പറഞ്ഞത്. അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിലൂടെ എക്സിൽ കൂടെ തൻ്റെ വിധിയുടെ കാര്യം ഒരു അറസ്റ്റ് ഭയന്നുകൊണ്ടായിരിക്കാം എക്സിൽ കൂടെ അദ്ദേഹം അത് പറഞ്ഞത്. ഭരണഘടനയുടെ കൈകളിൽ താൻ സുരക്ഷിതനാണ്, അതുകൊണ്ട് മറ്റ് അക്രമ സ്വഭാവമൊന്നും ഞങ്ങൾ നടത്തില്ല. അതുകൊണ്ട് എക്സിലൂടെ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം പ്രകടനം നടത്തും എന്ന് തന്നെയാണ്. അത് സമാധാനപരമായിരിക്കും. ഇന്ത്യയുടെ ഭരണഘടനയുടെ പുസ്തകം കയ്യിലുണ്ടാവും, അവരെ കോക്രോച്ചിൻ്റെ പാർട്ടിയുടെ ചിഹ്നം ഉണ്ടാവും, ആ പാർട്ടിയുടെ കൊടിയുണ്ടാവും. അതേസമയത്ത് മറ്റൊരു കാര്യം കൂടെ അഭിജിത്ത് ദീപ്കെ പറഞ്ഞു, പാറ്റകൾക്ക് മരണമില്ല. പാറ്റകൾ ഏത് കാലാവസ്ഥയിലും ഏത് വിഷമസന്ധിയിലും എത്ര പ്രശ്നം ഉണ്ടായാലും അതിജീവിക്കും. അതിലൂടെ പാറ്റയുടെ സ്വഭാവം അതാണ് എന്നിവിടെ പറഞ്ഞു വച്ചിരുന്നു. ഏതായാലും ഇന്ന് ജന്തർ മന്ദിറിലെ പ്രകടനം സമാധാനപരമായി നടന്നു. ആ പ്രകടനം ഇന്നത്തെ കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അടുത്ത ശനിയാഴ്ചയും പ്രകടനം ഉണ്ടാവും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നിടം വരെ പ്രകടനം നടത്തും എന്നാണ്. പരീക്ഷയിലെ നമുക്കറിയാം
അതിനകത്ത് ആരോപണം മുഴുവൻ ധർമ്മേന്ദ്ര പ്രധാൻ്റെ പേരിലാണ്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറണം എന്നതാണ് ഇവരെ പാർട്ടിയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മെയിൻ ഡിമാൻഡ്. അതിൻ്റെ പ്രതിഷേധമാണ് ഇന്ന് ശനിയാഴ്ച നടന്നത്. അടുത്ത ശനിയാഴ്ചയും ആ പ്രതിഷേധം ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്തായാലും ജന്തർ മന്ദിറിൽ ഒരു കൊടുങ്കാറ്റായ പ്രസംഗമായിരുന്നു അഭിജിത്ത് ദീപ്കിൻ്റെ. അദ്ദേഹം പിന്മാറാൻ തയ്യാറില്ല. എയർപോർട്ടിൽ വന്നപ്പോൾ അറസ്റ്റുമായിരുന്നു. പക്ഷേ സമാധാനമാണ് പ്രകടനം. എല്ലാവരും ജന്തർ മന്ദിർ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, പ്രകടനമായിട്ട് നടന്ന് അവിടെ കൂടാം എന്നുള്ള രീതിയിൽ തന്നെ. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഇന്ന്. പക്ഷേ പലരും ജൻസിയിലെ ആൾക്കാർ കുറേ പേര് അകന്ന് നിന്നിരിക്കുന്നു. കാരണം 2.5 കോടി ജനങ്ങൾ എങ്ങാണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരണത്തെ അനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇടിച്ചു കയറിയിരുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇന്ത്യയിലെ അഴിമതിക്കെതിരായിട്ട് തീർച്ചയായിട്ടും ഏത് ഗവൺമെൻറ് നടത്തിയാലും കോക്രോച്ച് ജനതാ പാർട്ടി അഴിമതിക്കെതിരായിട്ട് നീങ്ങും, അതിനുള്ള തുടക്കം കുറിക്കുകയാണ് എന്ന് അഭിജിത്ത് ദീപ്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. അടുത്ത ശനിയാഴ്ച വീണ്ടും ഈ സമരം മുഖത്തുണ്ടാവും എന്നും അദ്ദേഹം പറഞ്ഞു.